Hello students, welcome to another video of engineering graphics. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ പ്രൊജക്ഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പോയിൻറ്റ്സിൻ്റെ പ്രൊജക്ഷൻസ് ഡിഫറെൻറ്റ് ക്വാഡ്രൻസിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അത് കുറച്ച് ഈസി ടോപ്പിക്കായിരുന്നു. എന്താണ് ക്വസ്റ്റ്യനിലുള്ളത്, എബോ എച്ച് പി ആണോ ബിലോ എച്ച് പി ആണോ, അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ് ബി പി ആണോ ബിഹൈൻഡ് ബി പി ആണോ, അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ പറ്റി. പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് പോയിൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ട്രിക്കിയാണ്, എന്നാൽ നമുക്ക് എളുപ്പമാണ് പ്ലോട്ട് ചെയ്യാനായിട്ട്. ഇതിൽ നിങ്ങളുടെ പാർട്ട് ബിയിൽ എക്സാമിന് പാർട്ട് ബിയിൽ ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും ചോദിക്കുക. 2021 സ്കീമാണെങ്കിൽ പാർട്ട് ബിയിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 15 സ്കീമാണെങ്കിൽ പാർട്ട് ബിയിലൊരു 11 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും ചോദിക്കുക. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ഇത്രയും കേസസിലുള്ള ലൈൻസിൻ്റെ പ്രൊജക്ഷൻ പഠിക്കാനായിട്ടുണ്ട്. ആദ്യത്തത് ലൈൻസ് പാരലൽ ടു വി പി ആൻഡ് എച്ച് പി, ലൈൻസ് കണ്ടെയ്ൻഡ് ഇൻ വൺ ഓർ ബോത്ത് പ്ലെയിൻസ്. ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ലൈൻസ് ലൈയിങ് ആയിരിക്കും, ആ കേസിലുള്ള പ്രൊജക്ഷൻസ് വരയ്ക്കാനുണ്ട്. ദെൻ ലൈൻസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, lines perpendicular to VP and parallel to HP, lines inclined to VP and parallel to VP, inclined to HP and parallel to VP, lines inclined to VP parallel to HP, അവസാനം lines inclined to both planes. അങ്ങനെ ഈ ഒരു 7 ഓറിയൻറ്റേഷൻസിൽ വരുന്ന ലൈൻസിൻ്റെ പ്രൊജക്ഷൻസ് ആണ് വരയ്ക്കാനായിട്ടുള്ളത്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത്. വി ആർ അസ്യൂമിങ് ലൈൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ ലൈൻ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എവിടെ വരയ്ക്കുന്നത്? ഫ്രണ്ട് വ്യൂ ഇസ് ഡ്രോൺ എബോ എക്സ് വൈ ലൈൻ. ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എക്സ് വൈ ലൈൻ്റെ മുകളിലായിട്ടും, അതുപോലെ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ എക്സ് വൈ ലൈൻ്റെ താഴെയുമാണ് വരയ്ക്കുന്നത്. ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എക്സ് വൈ ലൈൻ്റെ മുകളിലാണ് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, അതുപോലെ എക്സ് വൈ ലൈൻ്റെ താഴെയാണ് ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്. പോയിൻറ്റ്സ് പഠിച്ചപ്പോൾ എല്ലാ ക്വാഡ്രൻസിലുമുള്ള പ്രൊജക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാൽ ലൈൻസിൽ നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രം മതി. ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ്റെ താഴെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. പോയിൻറ്റ്സിൻ്റെ കേസിൽ ഒരു പോയിൻറ്റിൻ്റെ എലിവേഷൻ അഥവാ ഫ്രണ്ട് വ്യൂ പ്ലോട്ട് ചെയ്തിരുന്നത് സ്മോൾ ലെറ്റർ ആ പോയിൻ്റ് ഏതാണ്. ഫോർ എക്സാമ്പിൾ എ ആണെങ്കിൽ സ്മോൾ ലെറ്റർ എ എന്ന് എഴുതിയതിന് ശേഷം ഡാഷ്, എ ഡാഷ് എന്നാണ് ആ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ മാർക്ക് ചെയ്തിരുന്നത്. അതുപോലെ അതിൻ്റെ പ്ലാൻ അഥവാ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്തിരുന്നത് സ്മോൾ ലെറ്റർ എ എന്ന് യൂസ് ചെയ്തിട്ടാണ്. എലിവേഷൻ എ ഡാഷ് എന്നും പ്ലാൻ എ എന്ന് എഴുതിയിട്ടാണ് പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻസ് മാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ലൈൻസ് ആകുമ്പോൾ അവിടെ 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവും. ലൈനിൻ്റെ 2 എൻഡ് ഉണ്ടല്ലോ. അപ്പോൾ എലിവേഷൻ ആണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യും, പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ആണെങ്കിൽ എ ബി എന്ന് മാർക്ക് ചെയ്യും. 2 എൻഡ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എന്ന് മാർക്ക് ചെയ്യും, ടോപ്പ് വ്യൂ എ ബി എന്ന് മാർക്ക് ചെയ്യും. എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പഠിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. ഫ്രണ്ട് വ്യൂ എബോ എക്സ് വൈ ലൈൻ, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ, എലിവേഷൻ എ ഡാഷ് ബി ഡാഷ് എന്നാണ് മാർക്ക് ചെയ്യുന്നത്, ടോപ്പ് വ്യൂ എ ബി എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതിൻ്റെ ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസ് ലൈൻസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. 2 പ്ലെയിൻസിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും വെർട്ടിക്കൽ പ്ലെയിനിനും പാരലായിട്ടുള്ള ലൈൻ ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ പി ക്യു 70 mm ലോങ് ഇസ് പാരലൽ ടു both HP and VP. One end P is 10 mm in front of VP and 20 mm above HP. Draw its projections. Okay, ഒരു PQ എന്ന ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ ലെങ്ത്, അതിൻ്റെ ട്രൂ ലെങ്ത് 70 mm അല്ലെങ്കിൽ 7 cm ആണ്. ഇറ്റ് ഈസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിക്കും പാരലാണ്, വി പിക്കും പാരലാണ്. ആ ലൈനിലെ ഒരു എൻഡ് പി എന്ന ഒരു എൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്, അതുപോലെ 20 mm എബോ എച്ച് പി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കേണ്ടത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു 3D വിഷ്വൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്, അതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വി പിയും എച്ച് പിയും വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരച്ചിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ലൈൻ പി ക്യു ഇറ്റ് ഇസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. വി പിക്കും എച്ച് പിക്കും പാരലായിട്ടുള്ളൊരു ലൈനാണ്. ഈ 2 പ്ലെയിൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ എക്സ് വൈ ലൈൻ വരുന്നത്. അതും വരച്ചിട്ടുണ്ട്.
ഇനി ഞാൻ പി ക്യു എന്ന ലൈൻ വരച്ചു. ഇതാണ് പി ക്യു എന്ന ലൈൻ. ഈ ലൈൻ പാരലൽ ടു ബോത്ത് വി പി ആൻഡ് എച്ച് പി, രണ്ട് പ്ലെയിൻസിനും പാരലായിട്ടാണ് ഈ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പി എന്ന എൻഡ് പോയിന്റ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 20 mm എബോ എച്ച് പി എന്ന് തന്നിട്ടുണ്ട്. അതായത് പി എന്ന പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഫ്രണ്ടിലായിട്ട് 10 mm ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അതുപോലെ എച്ച് പിക്ക് മുകളിലായിട്ട് 20 mm മുകളിലായിട്ടാണ് പി എന്ന പോയിന്റ് വരുന്നത്. പി ഇസ് 20 mm എബോ എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇനി ഈ പി ക്യു എന്ന ലൈൻ നിങ്ങൾ ഫ്രണ്ട് നോക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ പി ക്യു എന്ന ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണോ ഈ ലൈൻ ഉള്ളത് അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റുക. ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഈ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. ഞാനിവിടെ പി എന്ന പോയിന്റിൽ നിന്നും ക്യൂ എന്ന പോയിന്റിൽ നിന്നും രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട് ടുവേർഡ്സ് വെർട്ടിക്കൽ പ്ലെയിൻ. ദീസ് ലൈൻസ് ആർ കോൾഡ് പ്രൊജക്ഷൻ ലൈൻസ്. ദെൻ ആ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രണ്ട് വ്യൂ കിട്ടിയത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പി ക്യൂ എന്ന ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. എങ്ങനെയാണോ ഈ ലൈൻ ഉള്ളത് അതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ എക്സ് വൈ ലൈനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഈ എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. സോ വെൻ എ ലൈൻ ഈസ് പാരലൽ ടു വി പി ആൻഡ് എച്ച് പി, എച്ച് പിക്കും വി പിക്കും പാരലാണ് എങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈനായിരിക്കും കിട്ടുക. ലൈനിൻ്റെ ഒറിജിനൽ ലെങ്ത് പി ക്യു എന്ന ലൈനിൻ്റെ അതേ ലെങ്തിലുള്ള ഒരു ഫ്രണ്ട് വ്യൂ ലൈനാണ് കിട്ടുക. അത് എക്സ് വൈ ലൈനിന് പാരലായിരിക്കും. ഓക്കെ, അതാണ് ഫ്രണ്ട് വ്യൂ. ഇനി നിങ്ങൾ ഈ പി ക്യു എന്ന ലൈൻ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് പി ക്യു എന്ന ലൈൻ ഒബ്സർവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് പിയിലായിരിക്കും പി ക്യു എന്ന ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടുക. ഫ്രണ്ട് വ്യൂ കിട്ടിയതുപോലെ തന്നെ അതും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. പക്ഷേ ഇത്തവണ കിട്ടിയിരിക്കുന്നത് എക്സ് വൈ ലൈനിൻ്റെ താഴെയായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. നിങ്ങളതിൻ്റെ 2D വരയ്ക്കുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ താഴെയായിരിക്കും. പി ക്യു എന്ന ലൈനിൻ്റെ അതേ ലെങ്തിലുള്ള എക്സ് വൈ ലൈനിന് പാരലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ടോപ്പ് വ്യൂവിലും കാണാൻ പറ്റുക. ഞാനിവിടെ ഫ്രണ്ട് വ്യൂ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു, ടോപ്പ് വ്യൂ പി ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ഇതൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇതുപോലെ അല്ല നോട്ടിൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ വരയ്ക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ലൈൻസ് പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ്, അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണിത് ആൻസർ ഷീറ്റിൽ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ലൈൻ്റെ ലെങ്ത് 70 mm ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ലൈൻ്റെ ഒരു എൻഡ് പി ഇസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 20 mm എബവ് എച്ച് പി എന്നും തന്നിട്ടുണ്ട്. ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കുക. പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത സമയത്ത് ആദ്യം റെഫറൻസ് ലൈനാണ് ഈ എക്സ് വൈ ലൈൻ, അത് ആദ്യം വരച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. എന്നിട്ട് ഇതിൽ എൻഡ് പി, ആ എൻഡാണ് ആദ്യം പ്ലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എൻഡ് പിയുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആദ്യം പ്ലോട്ട് ചെയ്യാം. എൻഡ് പി ഇസ് 20 mm എബവ് എച്ച് പി തന്നിട്ടുണ്ട്. പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് എബവ് എച്ച് പി തന്നിരുന്നാൽ ആ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ പ്ലോട്ട് ചെയ്യേണ്ടത് എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ടാണ്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും 20 mm എബവ് എച്ച് പി ആണ്. അപ്പം 20 mm ഹൈറ്റ് വരുന്ന ഒരു പ്രൊജക്ടർ ലൈൻ എക്സ് വൈ ലൈനിൻ്റെ മുകളിലോട്ട് വരച്ചു. ലെങ്ത് 20 mm, അതിൻ്റെ മുകളിലായിട്ട് പി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. എപ്പോഴും ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുമ്പോൾ ഡാഷ് സ്മോൾ ലെറ്റർ എഴുതിയതിന് ശേഷം ഡാഷ് കൂടെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ എന്ത് മാർക്ക് ചെയ്താലും അത് സ്മോൾ ലെറ്റർ എഴുതിയ ശേഷം ഡാഷ് കൂടി വേണം. എക്സ് വൈ ലൈനിൻ്റെ താഴെയാണെങ്കിൽ സ്മോൾ ലെറ്റർ മാത്രം മതി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എൻഡ് പിയുടെ ഫ്രണ്ട് വ്യൂ പ്ലോട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. വിത്ത് റെസ്പെക്ട് ടു വി പി തന്നിരിക്കുന്നത് 10 mm ഇൻ ഫ്രണ്ട് എന്നാണ്. അപ്പോൾ ഇതേ ലൈൻ തന്നെ, ഇതേ പ്രൊജക്ടർ ലൈൻ തന്നെ താഴോട്ട് വരയ്ക്കുക. 10 mm താഴോട്ട് വരയ്ക്കുക. എൻഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ടു, സ്മോൾ ലെറ്റർ പി എന്ന് മാത്രം മാർക്ക് ചെയ്തു. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന എൻഡ് പിയുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ പഠിച്ച സമയത്ത് എക്സ് വൈ ലൈനിന് പാരലായിട്ടാണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടിയെന്ന് മനസ്സിലാക്കി. സോ അതുകൊണ്ട് ആദ്യം ഈ പി ഡാഷ് എന്ന പോയിന്റിൽ നിന്ന് എക്സ് വൈ ലൈനിന് പാരലായിട്ട് പി ക്യു എന്ന ലൈൻ വരയ്ക്കണം. പി ക്യു എന്ന ലൈനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 70 mm ആണ്.
പി ഡാഷ് എന്ന പോയിന്റിൽ നിന്ന് എക്സ് വൈ ലൈന് പാരലായിട്ട് 70 mm ലെങ്ത് വരുന്ന ലൈൻ വരച്ചു. ആ ലൈനിൻ്റെ മറ്റേ എൻഡിൽ റൈറ്റ് എൻഡിൽ ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. കാരണം ഈ ഫ്രണ്ട് വ്യൂ പാരൽ ടു എക്സ് വൈ ലൈനാണ് ഈ ഒരു കേസിൽ. അതുപോലെ തന്നെയാണ് ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈന് പാരലാണ്. അടുത്ത് പി എന്ന പോയിന്റിൽ നിന്ന് എക്സ് വൈ ലൈന് പാരലായിട്ട് മറ്റൊരു ലൈൻ. ഈ ലൈനിൻ്റെ ലെങ്ത്തും 70 mm ആണ്. ലൈനിൻ്റെ റൈറ്റ് എൻഡിന് ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ആദ്യം ഫ്രണ്ട് വ്യൂ വരച്ചു. പി ഡാഷിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ എക്സ് വൈ ലൈന് പാരലായിട്ട് 70 mm ലെങ്ത് ആണ്, അത് ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ റൈറ്റ് എൻഡിന് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ദെൻ ക്യൂ ഡാഷിൽ നിന്ന് താഴോട്ടൊരു ലൈൻ, ദെൻ പിയിൽ നിന്ന് 70 mm ലെങ്ത് വരുന്ന മറ്റൊരു ലൈൻ. കാരണം രണ്ട് വ്യൂവിലും 70 mm ലെങ്ത് വരുന്ന എക്സ് വൈ ലൈന് പാരലായിട്ടുള്ള രണ്ട് ലൈൻസ് ആണ് കിട്ടുക. ടോപ്പ് വ്യൂയുടെ റൈറ്റ് സൈഡിൽ ക്യൂ എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെ പി ക്യൂ എന്ന ടോപ്പ് വ്യൂവും പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ഫ്രണ്ട് വ്യൂവും കിട്ടി. സോ ഇതാണ് ലൈൻസ് പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി കേസിലെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും. ആ രണ്ട് ലൈനും എക്സ് വൈ ലൈനിന് പാരലായിരിക്കും. എക്സ് വൈയുടെ മുകളിൽ വരുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അതുപോലെ എക്സ് വൈ ലൈനിൻ്റെ താഴെ വരുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഈ അവസാനം വരച്ചിരിക്കുന്ന ഈ വി പി എച്ച് പി റെപ്രസെൻറ്റേഷൻ ആവശ്യമില്ല. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ടിൽ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ വരയ്ക്കുമ്പോഴും ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫിഗർ. പിന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വ്യൂസ് മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ഡാർക്കറായിട്ട് വരയ്ക്കുക. അതായത് പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ലൈനും പി ക്യൂ എന്ന ലൈനും, പി ഡാഷ് ക്യൂ ഡാഷ് ആണ് ഫ്രണ്ട് വ്യൂ, പി ക്യൂ ആണ് ടോപ്പ് വ്യൂ. ഈ രണ്ട് വ്യൂസ് മാത്രം, ആ രണ്ട് ലൈൻസ് മാത്രം തിക്കായിട്ട് വരയ്ക്കുക. ബാക്കി എല്ലാ ലൈൻസും തിന്നായിട്ട് വരയ്ക്കുക. ഓക്കെ. രണ്ടാമത്തെ കേസ്, ലൈൻസ് കണ്ടെയ്ൻഡ് ഇൻ വൺ റെഫറൻസ് പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ. ഈ കേസിൽ ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ റെസ്റ്റിംഗ് ആയിരിക്കും. പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പ്ലെയിനിൽ റെസ്റ്റിംഗ് കേസ് നമ്മൾ നോക്കി. ലൈൻസ് ലൈയിങ് ഓൺ ഏതർ എച്ച് പി ഓർ വി പി. അതുപോലെ തന്നെയാണ് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലെയിനിന് ലൈൻ റെസ്റ്റിംഗ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈയിങ് ഓൺ ഏതർ എച്ച് പി ഓർ വി പി. എന്നിട്ട് മറ്റേ പ്ലെയിന് പാരലായിരിക്കും. ഇപ്പോൾ ലൈൻ ലൈയിങ് ഓൺ എച്ച് പി ആണെങ്കിൽ പാരലൽ ടു വി പി ആയിരിക്കും, അല്ലെങ്കിൽ ലൈൻ ലൈയിങ് ഓൺ വി പി ആണെങ്കിൽ പാരലൽ ടു എച്ച് പി ആയിരിക്കും. രണ്ട് കേസുണ്ട്. ലൈൻ എ ബി ഈസ് ഇൻ ദ എച്ച് പി എന്നാണ് ക്വസ്റ്റ്യനിലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എന്ന ലൈൻ വരയ്ക്കേണ്ടത് എക്സ് വൈ ലൈനിൽ തന്നെയാണ്. ഈ ലൈൻ എ ബി ഇൻ വി പി എന്നാണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ അഥവാ പ്ലാൻ എ ബി എക്സ് വൈ ലൈനിലായിരിക്കും. ഇൻ എച്ച് പി എന്നാണെങ്കിൽ ലൈൻ എക്സ് വൈ ലൈനിലായിരിക്കും. ഇൻ വി പി എന്നാണെങ്കിൽ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. നേരത്തെ പോയിന്റ്സ് പഠിച്ചതുപോലെ തന്നെയാണ്. പോയിന്റ് ഇൻ എച്ച് പി എന്ന പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിലായിരുന്നു. ഇൻ ബി പി എന്ന പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇനി അടുത്തൊരു കേസിൽ ലൈൻ എ ബി ഈസ് ഇൻ ബോത്ത് വി പി ആൻഡ് എച്ച് പി എന്നായിരിക്കും. ബോത്ത് വി പി ആൻഡ് എച്ച് പി ആണെങ്കിൽ ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കോയിൻസൈഡ് ചെയ്ത് അത് എക്സ് വൈ ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, ലൈൻ ഇൻ എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എ ലൈൻ പി ക്യു 70 mm long is in HP and parallel to VP. One end P is 10 mm in front of VP. Draw its projections. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ക്വാർട്ടറിലെ വി പി എച്ച് പി വരച്ചു. റെഫറൻസ് ലൈൻ എക്സ് വൈ. ലൈൻ ഇൻ എച്ച് പി ആണ്, അതായത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ലൈൻ. ഓക്കെ, പി ക്യു എന്ന ലൈൻ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ലെങ്ത് 70 mm ആണ്. അതിൽ ഒരു എൻഡ് പി എന്ന എൻഡ് പോയിന്റ് എക്സ് വൈ ലൈൻ്റെ ഫ്രണ്ടിലാണ്. ഇറ്റ് ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, വി പിയുടെ ഫ്രണ്ടിലായിട്ട് 10 mm ഫ്രണ്ടിലായിട്ടാണ് പി ക്യു എന്ന ലൈൻ വരുന്നത്. ഇനി നിങ്ങൾ ഈ ലൈൻ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ പി ക്യു എന്ന ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഈ എക്സ് വൈ ലൈനിലാണ്. എക്സ് വൈ ലൈനിലാണ് നമുക്ക് പി ക്യു എന്ന ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. അതിന് പി ഡാഷ് ക്യു ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇനി പി ക്യു എന്ന നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത് എച്ച് പിയിലാണ്. പി ക്യു എന്ന ലൈൻ എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത്. സോ ഇഫ് എ ലൈൻ ഇസ് ഇൻ എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണെങ്കിൽ ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് എക്സ് വൈ ലൈനിലായിരിക്കും. അതുപോലെ ടോപ്പ് വ്യൂ കിട്ടുന്നത് എച്ച് പിയിലായിരിക്കും, അല്ലെങ്കിൽ ബിലോ എക്സ് വൈ ലൈനിലായിരിക്കും. ഇതാണ് ഇതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇനി ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ട റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വരയ്ക്കേണ്ട ഡ്രോയിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റെഫറൻസ് ലൈൻ എക്സ് വൈ ലൈൻ വരച്ചു. ഇനി ഇതിലെ പോയിന്റ് പി 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്.
അതിന് മുമ്പായിട്ട് നമുക്കിവിടെ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ആ ലൈൻ വരയ്ക്കാം. കാരണം ഇറ്റ്സ് ഓൾറെഡി ഇൻ എക്സ് വൈ ലൈനിലാണല്ലോ. പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ലൈൻ ആദ്യമേ വരച്ചു. അതാണ് ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ, ലെങ്ത് 70 mm. ഇനി അടുത്തതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് എൻ്റെ പി ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പി ഡാഷ് എന്ന പോയിന്റിൽ നിന്ന് 10 mm താഴോട്ട് ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. അതിൻ്റെ എൻഡിലായിട്ട് സ്മോൾ ലെറ്റർ പി എന്ന് മാർക്ക് ചെയ്തു. ടോപ്പ് വ്യൂവിലെ ലൈനിൻ്റെ എൻഡ് പോയിന്റ് പി ആണിത്. ദെൻ ഇവിടെ നിന്ന് എക്സ് വൈ ലൈനിന് പാരലായിട്ട് 70 mm ലെങ്ത് ഉള്ളൊരു ലൈൻ വരച്ചു. അതിന് പി ക്യൂ എന്ന് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ തന്നെ ക്യൂ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പി ക്യൂ എന്ന ലൈനാണ് ടോപ്പ് വ്യൂ. തന്നിരിക്കുന്ന ലൈനിൻ്റെ ടോപ്പ് വ്യൂ ആണ് പി ക്യൂ. ഫ്രണ്ട് വ്യൂ ഓൾറെഡി നമ്മൾ നേരത്തെ വരച്ചു, പി ഡാഷ് ക്യൂ ഡാഷ്. അത് എക്സ് വൈയിൽ കോയിൻസൈഡിങ് ആണ്. ഇഫ് എ ലൈൻ ഇസ് ഇൻ എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് കോയിൻസൈഡിങ് ആയിരിക്കും. അതിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈലിൻ്റെ താഴെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ വരയ്ക്കുമ്പോൾ ഈ പി ഡാഷ് ക്യൂ ഡാഷ് എന്ന ലൈനും പി ക്യൂ എന്ന ലൈനും മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ബാക്കി എല്ലാ ലൈൻസും തിന്നായിട്ട് വരയ്ക്കുക. ഈ റൈറ്റ് സൈഡിലെ ഫിഗറാണ് വരയ്ക്കേണ്ട ഫിഗർ. ഓക്കെ, സൊല്യൂഷൻ ഫിഗർ. ഇനി അടുത്ത കേസ്, രണ്ടാമത്തെ കേസ്, ലൈൻ ഇൻ വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. കഴിഞ്ഞ കേസിൽ ലൈൻ ഇൻ എച്ച് പി എന്നാണ്, ഇവിടെ ഇപ്പോൾ ലൈൻ ഇൻ വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ലൈൻ പി ക്യൂ 70 mm long is in VP and parallel to HP. One end P is 20 mm above HP. Draw its projections. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വി പി എച്ച് പി വരച്ചു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ റെഫറൻസ് ലൈൻ എക്സ് വൈ ലൈൻ. ഇവിടെ ഇപ്പോൾ ലൈൻ ഇൻ വി പി ആണ്, അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ്. അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന പി ക്യൂ എന്ന ലൈൻ. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വി പി. അതുപോലെ ഇവിടെ അതിലെ പോയിന്റ് പി 20 mm എബോവ് എച്ച് പി തന്നിട്ടുണ്ട്. ഹൊറിസോണൽ പ്ലെയിൻ്റെ മുകളിലായിട്ട് 20 mm മുകളിലാണ് ഈ പോയിന്റ് പി വരുന്നത്. അത് മാർക്ക് ചെയ്തു. ഇനി ഈ ലൈൻ നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണ്. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് എക്സ് ലൈൻ്റെ മുകളിലായിട്ടാണ്. ആ ലൈൻ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. എക്സ് ലൈൻ്റെ മുകളിലായിട്ട് 20 mm മുകളിലായിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. അതിന് പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതേ ലൈൻ നിങ്ങൾ ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത് എക്സ് വൈ ലൈനിലാണ്. ഇതുപോലെ എക്സ് വൈ ലൈനിലാണ് പി ക്യൂ എന്ന ലൈനിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുക. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കുക. ലൈൻ ഇൻ വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്നത് എക്സ് വൈ ലൈനിലായിരിക്കും. ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ടായിരിക്കും. കഴിഞ്ഞ കേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അതിനാദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് പി ക്യൂ എന്ന ലൈനിൻ്റെ പ്ലാനാണ്, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ആണ്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കേസിൽ ടോപ്പ് വ്യൂ ആണ് എക്സ് വൈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യമേ ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വരച്ചു. ലൈനിൻ്റെ ലെങ്ത് അറിയാം, 70 mm ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് പി ക്യൂ എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. അത് എക്സ് വൈയുടെ മുകളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കി കിട്ടിയിരിക്കുന്നത് 20 mm മുകളിലായിട്ടാണ്. കാരണം ഇതിൽ എൻഡ് പി 20 mm എബോവ് എച്ച് പി. സോ ഇവിടെ വരച്ചിരിക്കുന്ന ലൈനിലെ പി എന്ന പോയിന്റിൽ നിന്ന് 20 mm ഹൈറ്റ് വരുന്ന പ്രൊജക്ടർ ലൈൻ വരച്ചു. ലൈനിൻ്റെ എൻഡിൽ പി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. പി ഡാഷിൽ നിന്ന് എക്സ് വൈ ലൈനിന് പാരലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ലൈനിൻ്റെ ലെങ്ത് 70 mm. അതിൻ്റെ റൈറ്റ് എൻഡിന് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. പി ഡാഷ് ക്യൂ ഡാഷ് ആണ് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ, പി ക്യൂ ആണ് ലൈനിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ലൈൻ ഇൻ വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ആണെങ്കിൽ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. ഫ്രണ്ട് വ്യൂ അല്ല, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിരിക്കും. ഇതാണ് എൻ്റെ ഫൈനൽ ഫിഗർ. ഇതിൽ അതിൻ്റെ മൂന്നാമത്തെ കേസ്, ലൈൻ ഇസ് ഇൻ ബോത്ത് വി പി ആൻഡ് എച്ച് പി. പോയിന്റ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കേസ് നോക്കിയിരുന്നു. പോയിന്റ് ഈസ് ഇൻ ബോത്ത് വി പി ആൻഡ് എച്ച് പി. അവിടെ ആ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇഫ് എ ലൈൻ ഈസ് ഇൻ ബോത്ത് വി പി ആൻഡ് എച്ച് പി, ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതും ടോപ്പ് വ്യൂ കിട്ടുന്നതും രണ്ടും എക്സ് വൈ ലൈനിലായിരിക്കും. എ ലൈൻ പി ക്യൂ 70 mm long is in both വി പി ആൻഡ് എച്ച് പി. Draw its projections. എങ്ങനെയാണെന്ന് നോക്കാം. വി പി എച്ച് പി വരച്ചു, റെഫറൻസ് ലൈനും വരച്ചു. ബോത്ത് വി പി ആൻഡ് എച്ച് പി എന്ന് പറയുമ്പോൾ ആ ലൈൻ കിടക്കുന്നത് തന്നെ ഈ റെഫറൻസ് ലൈനിലാണ്, ഈ എക്സ് വൈ ലൈനിലാണ് ലൈൻ കിടക്കുന്നത് തന്നെ. കാരണം വി പിക്ക് എച്ച് പിക്കും കോമൺ ആയിട്ടുള്ളത് ഈ റെഫറൻസ് ലൈനാണ്. സോ ദ ലൈൻ ഈസ് ലൈങ് ഓൺ ദ റെഫറൻസ് ലൈൻ. സോ റെഫറൻസ് ലൈനിൽ പി ക്യൂ എന്ന ലൈൻ വരച്ചു. ലെങ്ത് 70 ആണ്. നിങ്ങളത് ഫ്രണ്ടിൽ നോക്കിയാലും
അത് എക്സ് വൈ ലൈനിലായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുക. നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കിയാലും ആ വ്യൂ കിട്ടുന്നത് അതും എക്സ് വൈ ലൈനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഈ സിറ്റുവേഷനിൽ എക്സ് വൈ ലൈനിലാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻസ് വരയ്ക്കാം. ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. അപ്പോൾ ഇനി അടുത്ത ലൈനിൻ്റെ ലെങ്ത് 70 mm ആണ്. അപ്പോൾ ഈ എക്സ് വൈ ലൈനിന് കോയിൻസൈഡിങ് ആയിട്ട് 70 mm ലെങ്ത് വരുന്ന ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതേ ലൈനിൽ തന്നെ പി ക്യൂ എന്ന് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്തു, പി ഡാഷ് ക്യൂ ഡാഷ് എന്ന് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു. പോയിൻറ്റ്സ് വരച്ചപ്പോൾ പോയിൻ്റ് ഇട്ടതിന് ശേഷം അതേ പോയിന്റിൽ തന്നെ പി ഡാഷും പി മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും. എക്സ് വൈയിൽ തന്നെ ആ ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതേ ലൈനിൽ തന്നെ പി ക്യൂ എന്നും പി ഡാഷ് ക്യൂ ഡാഷ് എന്നും മാർക്ക് ചെയ്യുക. ഇപ്പോൾ ലൈൻ ഇൻ ബോത്ത് വി പി ആൻഡ് എച്ച് പി കേസിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫൈനൽ ഫിഗർ. കേസ് നമ്പർ 3, ലൈൻ പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദി പ്ലെയിൻസ്. ലൈൻ ഏതെങ്കിലും ഒരു പ്ലെയിന് എയ്തർ വി പി അല്ലെങ്കിൽ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എങ്ങനെയാവും നോക്കാം. When a line is perpendicular to one reference plane, it will be parallel to the other. ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിന് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ പ്ലെയിന് പാരലൽ ആയിരിക്കും. ഇപ്പോൾ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ ടു പി പി. അല്ലെങ്കിൽ ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി പാരലൽ ടു എച്ച് പി. അങ്ങനെയായിരിക്കും. ലൈൻ എ ബി പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് എ ഡാഷ് ബി ഡാഷ് എന്നൊരു ലൈൻ ആയിരിക്കും. അത് എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി കേസിൽ ഫ്രണ്ട് വ്യൂ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആയിരിക്കും. പ്ലാനിൽ കിട്ടുന്ന ഒരു പോയിൻ്റാണ്. ഇനി ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി ആണെങ്കിൽ എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ ഒരു പോയിൻ്റ് ആയിരിക്കും കിട്ടുക. ടോപ്പ് വ്യൂവിൽ എ ബി എന്നൊരു ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആയിരിക്കും കിട്ടുക. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കേസ് ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈൻ. അറ്റ് ദ സെയിം ടൈം അത് പാരലൽ ടു വി പി ആയിരിക്കും. ലൈൻ പി ക്യു 60 mm long, perpendicular to HP. 1 end P is 25 mm in front of VP and 10 mm above HP. Okay, VP HP വരച്ചു, റെഫറൻസ് ലൈനും വരച്ചു. പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പി ക്യു എന്ന ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇതിലെ പോയിന്റ് പി 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് അല്ലേ. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് പോയിന്റ് പി. അതുപോലെ 10 mm എബോ എച്ച് പി ആണ്. എച്ച് പിയുടെ മുകളിലായിട്ടാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. 10 mm മുകളിലാണ് എബോ എച്ച് പി. നിങ്ങൾ ഈ ലൈൻ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് വി പിയിലാണ്. ഇനി ഈ ലൈൻ നോക്കുക, ഈ ഫ്രണ്ട് വ്യൂ കിട്ടിയിരിക്കുന്ന ലൈനും എക്സ് വൈ ലൈനും നോക്കുക. ആ എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് ഫ്രണ്ട് വ്യൂവിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കാം. നിങ്ങളത് മുകളിൽ നോക്കുകയാണ്, ഈ പി ക്യു എന്ന ലൈൻ. മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഒരു എൻഡ്, ഈ ക്യൂ എന്ന എൻഡ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഈ ലൈൻ വിസിബിൾ അല്ല. ലൈനിൻ്റെ ക്യൂ എന്ന ഈ ഒരു എൻഡ് പോയിൻ്റ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടുന്നത് ഒരു പോയിൻ്റ് ആയിരിക്കും. ക്യൂ എന്ന പോയിൻ്റാണ് ടോപ്പ് വ്യൂവിൽ കിട്ടുക. ഈ ക്യൂവിൻ്റെ താഴെയായിട്ടാണ് ഈ പി എന്ന പോയിൻ്റ് വരുന്നത്. പി എന്ന പോയിൻ്റ് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത പോയിൻ്റ് ആയതുകൊണ്ട് കാണുന്ന പോയിൻ്റ് ക്യൂ എഴുതി, എന്നിട്ട് ബ്രാക്കറ്റിൽ ഹിഡൻ പോയിൻ്റ് സ്മോൾ ലെറ്റർ പി എന്ന് എഴുതി. ഓക്കെ, ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത് ഒരു പോയിൻ്റാണ്. പോയിൻ്റ് മാത്രമാണ് ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം എക്സ് വൈ ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഇതിൽ 1 end P is 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് 10 mm എബോവ് എച്ച് പി. 10 mm എബോവ് എച്ച് പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 10 mm ഹൈറ്റുള്ളൊരു പ്രൊജക്ടർ ലൈൻ വരച്ചു എബോവ് എച്ച് പി ആയതുകൊണ്ട്. അതിന് പി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇതിന് ആ പോയിന്റിൽ നിന്ന് 60 mm ലെങ്ത് വരുന്ന ഒരു ലൈൻ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇതാണ് ലൈൻ. കാരണം ഫ്രണ്ട് വ്യൂവിൽ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈനാണ്. ലൈനിൻ്റെ മറ്റേ എൻഡിന് ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ് ഈ ഒരു ലൈനാണ് ഫ്രണ്ട് വ്യൂ. ഈ ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് പ്രൊജക്ടർ ലൈൻ താഴോട്ട് വരയ്ക്കുക. എത്ര താഴോട്ട് വരയ്ക്കും? ഇറ്റ് ഇസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. ഇതിൻ്റെ താഴോട്ട് 25 mm ലെങ്ത് വരുന്നൊരു ലൈൻ താഴോട്ട് വരച്ചു.
പിന്നെ ഇവിടെ എന്താ മാർക്ക് ചെയ്യുക ഈ അറ്റത്തായിട്ട്? നമുക്കിവിടെ കാണുന്ന പോയിന്റ് Q ആണല്ലേ, കാണാത്ത പോയിന്റ് P ആണ്. അപ്പോൾ ആദ്യം സ്മോൾ ലെറ്റർ Q എന്ന് എഴുതിയ ശേഷം ബ്രാക്കറ്റിൽ P എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇഫ് എ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP, ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു വെർട്ടിക്കൽ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു XY ലൈൻ. ദെൻ അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റാണ്, പോയിൻറ്റഡ് വ്യൂ ആയിരിക്കും ടോപ്പ് വ്യൂ. കാണാൻ പറ്റുന്ന പോയിന്റ് Q, കാണാൻ പറ്റാത്ത പോയിന്റ് P, അതുകൊണ്ട് Q എന്ന് എഴുതിയ ശേഷം ബ്രാക്കറ്റിൽ P എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. രണ്ടാമത്തെ കേസ്, ലൈൻ പെർപെൻഡിക്കുലർ ടു VP. കഴിഞ്ഞ കേസിൽ ലൈൻ പെർപെൻഡിക്കുലർ ടു HP ആയിരുന്നു, അവിടെ ഫ്രണ്ട് വ്യൂവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു XY കിട്ടി, ടോപ്പ് വ്യൂവിൽ കിട്ടിയത് ഒരു പോയിന്റ് ആണ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ കേസിൽ. എങ്ങനെ വരും നോക്കാം. ലൈൻ PQ 60 mm ലോങ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ, ബട്ട് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. 1 and P is 10 mm in front of VP and 25 mm above HP. VP HP വരച്ചു, റെഫറൻസ് ലൈനും വരച്ചു, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ദെൻ ഇതിൽ ഞാൻ വരച്ചിരിക്കുന്ന ലൈൻ PQ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു VP ആണ്, വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈനാണ് വരച്ചിരിക്കുന്നത്. ഇനി ഇതിലെ പോയിന്റ് P, ഇറ്റ് ഈസ് 25 mm above HP ആണ്, HP യുടെ മുകളിലായിട്ടാണ് ഇത് വരുന്നത്, 25 mm മുകളിലാണ്. അതുപോലെ 10 mm ഫ്രണ്ടിലായിട്ടാണ്, ഇറ്റ്സ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇനി നിങ്ങളത് ഫ്രണ്ട് നോക്കുകയാണ്. ഫ്രണ്ട് നോക്കുമ്പോൾ ഈ ലൈൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ലൈനിൻ്റെ ഈ ഒരു എൻഡ് പോയിന്റ് Q എന്ന എൻഡ് പോയിന്റ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത് ഒരു പോയിന്റ് ആണ്, കാണാൻ പറ്റുന്ന പോയിന്റ് Q ആണ്, അതിൻ്റെ പുറകിലാണ് P എന്ന പോയിന്റ് വരുന്നത്. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് സ്മോൾ ലെറ്റർ Q ഡാഷ് ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ P ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഫ്രണ്ട് വ്യൂ കിട്ടിയിരിക്കുന്ന ഒരു പോയിന്റ്. ഇനി നിങ്ങൾ ഇതേ ലൈൻ മുകളിൽ നിന്ന് നോക്കുകയാണ്, ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഈ എൻറ്റയർ ലെങ്ത് ഓഫ് ലൈൻ കാണാൻ പറ്റും, PQ എന്ന ലൈൻ കാണാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ PQ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ലൈൻ നോക്കുക, കിട്ടിയിരിക്കുന്ന ലൈൻ നോക്കുക, XY ലൈൻ നോക്കുക. കിട്ടിയിരിക്കുന്ന ടോപ്പ് വ്യൂ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ലൈൻ പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റ് ആയിരിക്കും, ടോപ്പ് വ്യൂ ഒരു ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു XY ലൈൻ. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. ആദ്യം XY ലൈൻ വരച്ചു. ദെൻ ഇതിലെ ഒരു പോയിന്റ് P ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അവിടെ 10 mm താഴോട്ട് ഒരു ലൈൻ വരച്ചു. ആദ്യം വരയ്ക്കുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, കാരണം ടോപ്പ് വ്യൂവിലാണ് ഈ ലൈൻ കാണാൻ പറ്റുന്നത്. അവിടെ സ്മോൾ ലെറ്റർ P എന്ന് മാർക്ക് ചെയ്തു, ടോപ്പ് വ്യൂവിലെ പോയിന്റ് P. നിങ്ങൾക്കിതിൽ ആദ്യം വേണമെങ്കിൽ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ആദ്യം ഈ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്നത് ടോപ്പ് വ്യൂവിലാണ്. ഈ ഒരു എൻറ്റയർ ലെങ്ത്, ലൈനിൻ്റെ ലെങ്ത് കാണാൻ പറ്റുന്ന ടോപ്പ് വ്യൂവിലാണ്. ഫ്രണ്ട് വ്യൂവിൽ ഒരു പോയിന്റ് മാത്രമേ കാണുന്നുള്ളൂ. വേണമെങ്കിൽ ആദ്യം ഈ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലൈനും വരയ്ക്കാം, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ആദ്യം ഫ്രണ്ട് വ്യൂ വരച്ച് ടോപ്പ് വ്യൂ വരച്ചാലും പ്രശ്നമില്ല. ഞാനിവിടെ ആദ്യം ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂവിലെ P എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ലൈനിൻ്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലൈൻ PQ 60 mm ലോങ് ആണ്, 60 mm ലെങ്ത് വരുന്ന ഒരു ലൈനാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. വരയ്ക്കുമ്പോൾ XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കും. മറ്റേ Q എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ PQ ആണ് ഈ ലൈനിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂ കിട്ടാനായിട്ട് 25 mm എബോവ് HP എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വരച്ച പ്രൊജക്ടർ ലൈനിൻ്റെ മുകളിലോട്ട് വരയ്ക്കുക, 25 mm മുകളിലോട്ട് വരയ്ക്കുക. അവിടെ കാണുന്ന പോയിന്റ്, ഫ്രണ്ടിൽ നോക്കുമ്പോൾ ലൈനിൽ കാണുന്ന പോയിന്റ് Q എന്ന പോയിന്റ് ആണ്, Qൻ്റെ പുറകിലാണ് P. അപ്പോൾ Q ഡാഷ് ബ്രാക്കറ്റിൽ P ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP. ഫ്രണ്ട് വ്യൂ ഒരു പോയിന്റ് ആയിരിക്കും, ടോപ്പ് വ്യൂ ഒരു സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു XY ലൈനാണ് കിട്ടുക. ഇതാണ് ഫൈനൽ ഫിഗർ. ലൈൻ മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ഈ PQ എന്ന ലൈൻ മാത്രം തിക്കായിട്ട് വരയ്ക്കുക, ബാക്കി എല്ലാ ലൈൻസും തിന്നായിട്ട് വരയ്ക്കുക. ഇതാണ് ഫൈനൽ ഫിഗർ. ഇനി ഇതിലുള്ളത് ലൈൻസ് ഇൻക്ലൈൻ ടു HP പാരലൽ ടു VP, അതുപോലെ ലൈൻസ് ഇൻക്ലൈൻ ടു VP പാരലൽ ടു HP, അതോടൊപ്പം ലൈൻസ് ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്. ഈ ഒരു 3 കേസ് കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.